ഉത്തരാഖണ്ഡ് ഏത് നിമിഷവും നമ്മളിൽ നിന്ന് വിട്ടുപിരിയാവുന്ന സാഹചര്യത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാവുന്ന സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ടെന്നാണ് വിവരം. കാരണം തുടരെ ഉത്തരാഖണ്ഡിനെ വിഴുങ്ങി മേഘവിസ്ഫോടനങ്ങൾ, പ്രളയം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ചമോലിയിലെ തരാലിയിലാണ് ഈ മേഘവിസ്ഫോടനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിരവധി പേരെ കാണാതായതാണ് റിപ്പോർട്ട്. തരാലിയിലെ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിന്റെ വീട് ഉൾപ്പെടെ നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്നാണ് വിവരം. ജില്ലാ കളക്ടറും ദുരിതാശ്വാസ സംഘങ്ങളും സ്ഥലത്തേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ദിവസം ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിരുന്നു. ഡെറാഡൂൺ, തെഹ്രി, പൌരി, ചമോലി, രുദ്രപ്രയാഗ്, നൈറ്റിനാൾ, അതുപോലെ തന്നെ അൽമോറ തുടങ്ങിയ ജില്ലകളിൽ മിന്നൽ, അതിശക്തമായ മഴ എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നായിരുന്നു അറിയിപ്പ്. ഇന്ന് ഉച്ചവരെ ഈ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുമുണ്ട്. ഇതിനിടയിലാണ് ചമോലിയിൽ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. മഴയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസക്കാർ ജാഗ്രത പാലിക്കണമെന്നാണ് പോലീസ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഉത്തരകാശിയിലെ ദബ്രാനി പ്രദേശത്തെ ഗംഗോത്രി ഹൈവേയിൽ മണ്ണിടിഞ്ഞു വീണ ബുധനാഴ്ച 2 പേർ മരിച്ചിരുന്നു. അതിനിടെ ഹർസിരിയിൽ പുതുതായി രൂപം കൊണ്ട തടാകം വറ്റിക്കാൻ NDRFും അതുപോലെ തന്നെ SDRFും അടക്കം ശ്രമം തുടരുന്നു. ഉത്തരകാശി ജില്ലയിലെ ധരാളി ഗ്രാമത്തിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:45 സംഭവം ഉണ്ടായത്. ഹർസിൽ മേഖലയിലെ ഖീർഗാം നദിയുടെ വൃഷ്ടിപ്രദേശത്ത് ചൊവ്വാഴ്ചയുണ്ടായ മേഘവിസ്ഫോടനമാണ് ദുരിതത്തിന് കാരണം. വലിയ തോതിലുള്ള സ്വത്തുനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഒരു പർവ്വത ശിഖരത്തിൽ നിന്ന് മണ്ണും വെള്ളവും കുത്തിയൊലിച്ചെത്തി ധാരാളി ഗ്രാമത്തെ വിഴുങ്ങുകയായിരുന്നു. സംഭവത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഓടി രക്ഷപ്പെടാൻ പോലും സാധിക്കാത്ത വിധം സെക്കൻഡുകൾ കൊണ്ട് ഒട്ടേറെ വീടുകളും ഹോട്ടലുകളും ഹോം സ്റ്റേകളും കുത്തൊഴുക്കിൽ ഒലിച്ചു പോവുകയായിരുന്നു. ഇതിനിടയിൽ നിരവധി മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ ഭയപ്പെടുന്നത്. മണ്ണും കെട്ടിടാവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയിരിക്കുന്നതിനാൽ ഇവയ്ക്കടിയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിക്കുക എന്നത് എളുപ്പമല്ല. ഹർസിൽ മേഖലയിലെ ഖീർ ഗംഗാ നദിയുടെ വൃഷ്ടിപ്രദേശത്തുണ്ടായ മേഘവിസ്ഫോടനമാണ് ദുരിതത്തിന് പ്രധാന കാരണം. ഇന്ത്യൻ സൈന്യം, സംസ്ഥാന ദുരന്ത നിവാരണ സേന, ദേശീയ ദുരന്ത നിവാരണ സേന, പോലീസ് തുടങ്ങിയ സംഘടനകൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഹർഷിയിലെ കരസേനയുടെ ക്യാമ്പിലേക്ക് ഇവിടെ നിന്നും കുറഞ്ഞത് 4 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അതിനാൽ തന്നെ മണ്ണിടിച്ചിലുണ്ടായ ഉടനെ സൈന്യത്തിന്റെ 150 പേർ അടങ്ങുന്ന സംഘം 10 മിനിറ്റിനുള്ളിൽ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി. തോരാതെ മഴ പെയ്തത് പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തു. പ്രദേശത്തെ സാഹചര്യം അതീവ ഗുരുതരമാണെന്നാണ് വിവരം. അതേസമയം സംഭവം അതീവ വേദനാജനകമാണെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പ്രതികരിച്ചു. കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും സംസ്ഥാന സർക്കാരും ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ആരംഭിച്ചിട്ടുണ്ട്. സഹായം തേടുന്നവർ 01374222126 എന്ന നമ്പറിലും 222722 9456556431 എന്നീ നമ്പറുകളിലും വിളിക്കണമെന്നാണ് ഉത്തരകാശി ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഹരിദ്വാറിലെ ജില്ലാ അടിയന്തര ഓപ്പറേഷൻ സെന്റർ ദുരിതബാധിതർ 0131722272 എന്ന നമ്പറിലും 7310913129 അല്ലെങ്കിൽ 7500737269 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. റഡാറുകളിലെ സംസ്ഥാന അടിയന്തര ഓപ്പറേഷൻ സെന്ററിനെ 013527103334 അല്ലെങ്കിൽ 013527103335 അതും അല്ലെന്നുണ്ടെങ്കിൽ 8218867005 അല്ലെങ്കിൽ 9058441404 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. മേഖലയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണ് അധികൃതർ. രണ്ടാമത്തെ മേഘവിസ്ഫോടനം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയാണ്. NDRF, സൈനിക യൂണിറ്റുകൾ എന്നിവയ്ക്കുൾപ്പെടെയുള്ള അടിയന്തര സംഘങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മേഖലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ തന്നെ താമസക്കാർ വീടുകളിൽ തന്നെ കഴിയണമെന്നും അപകട സാധ്യതാ മേഖലകൾ ഒഴിവാക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. കുത്തിയൊലിച്ചു വന്ന ജലപ്രവാഹത്തിൽ നൊടിയിടയ്ക്കുള്ളിലാണ് അവിടെ ആകെ ഒലിച്ചുപോയത്. ഗംഗോത്രി തീർത്ഥാടന കേന്ദ്രത്തിലുള്ള വഴികൾ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് ഇത്. കണ്ണടച്ച് തുറക്കുന്ന നേരത്തിനുള്ളിൽ ഒരു പ്രദേശം ഒന്നാകെ ഒലിച്ചുപോയി. ബഹുനില മന്ദിരങ്ങളും ഹോട്ടലുകളും സ്ഫോടനത്തിൽ തകർന്നതുപോലെ നിലം തൊട്ടു. ഒലിച്ചെത്തിയ മണ്ണും വെള്ളവും ചേർന്ന് തകർന്നിറങ്ങിയത് 25-ലേറെ കെട്ടിടങ്ങളെയാണ്. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിന്ന ആ പ്രദേശമാകെ മണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. ദുരിതത്തിൽപ്പെട്ടവർ എത്രയെന്നോ ആരെല്ലാമെന്നോ എവിടെയെന്ന് വന്നുവെന്നോ പോലും അറിയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. 10-20 അടി മണ്ണ് മൂടിയ നിലയിലാണ് പ്രദേശം. വലിയ ശബ്ദം കേട്ട സ്ഥലത്തുണ്ടായിരുന്ന പലരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. മേഘവിസ്ഫോടനം തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ ദുരിതങ്ങൾ
സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. അതായത് ഉത്തരാഖണ്ഡിന്റെ ചരിത്രത്തിൽ തന്നെ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. അവയിൽ ചില പ്രധാനപ്പെട്ടവ നോക്കുകയാണെങ്കിൽ 2012 ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ 2013 ഉണ്ടായിട്ടുണ്ട്, 2014 വരുമ്പോൾ അപ്പോഴും ഉണ്ടായിട്ടുണ്ട്, 2016 ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അനവധി വർഷങ്ങളിൽ ഇത്തരം ചരിത്രത്തിലെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. 2021 നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 2023 നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പാലങ്ങൾ ഒലിച്ചു പോകുന്നു, പാലങ്ങളും വീടുകളും ഒക്കെ ഒലിച്ചു പോകുന്നു. മാത്രമല്ല ഒരു പ്രദേശം ഒന്നാകെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2023 നോക്കുകയാണെങ്കിൽ രുദ്രപ്രയാഗ് ക്ലൗഡ് ബർസ്റ്റർ ആയിരുന്നു. ഓഗസ്റ്റ് 4 ഈ ശക്തമായ മേഘവിസ്ഫോടനം നാരായണകോട്ടയിൽ പ്രദേശത്തിന്റെ ഹൃദയഭാഗത്തുണ്ടായത്. 2023 ഓഗസ്റ്റ് രുദ്രപ്രയാഗ് ജില്ലയിലെ നാരായണകോട്ടയിൽ കനത്ത മഴ തുടർന്നുണ്ടായ ക്ലൗഡ് ബസ്റ്റിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. പ്രദേശത്തെ റോഡുകളും വീടുകളും തകർന്നു. കൂടാതെ അതിരൂക്ഷമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും പ്രദേശത്തെ അടിസ്ഥാന ഘടനയെ പോലും മാറ്റിമറിച്ചിരുന്നു. പിന്നീട് ഈ പ്രദേശത്ത് NDRF, SDRF, തദ്ദേശ പോലീസ്, അഗ്നിശമന സേന എന്നിവ ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഇവരുടെ സംയുക്ത സേവനത്തോടെ അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ താമസിക്കുന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു. ഹെലികോപ്റ്റർ മാർഗവും ഡ്രോൺ ടെക്നോളജിയുമായി പലയിടത്തും ഉപയോഗിച്ചിരുന്നു. 2025 ധരാലി ക്ലൗഡ് ബാസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. 2025 ഓഗസ്റ്റ് 5 ഉച്ചയ്ക്ക് 1:45 ഉത്തരാഖണ്ഡിലെ ഹർസിലിന് സമീപമുള്ള ധരാലി ഗ്രാമത്തിലുണ്ടായ ഈ മേഘവിസ്ഫോടനം നടക്കും.